റോസ്ലിൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ വെബ് സീരീസ് ആണ് റോസ്ലിൻ. ഇതൊരു 6 എപ്പിസോഡായിട്ടാണ് ഇവരത് പുറത്തു വിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു 3 മണിക്കൂറിൽ താഴെയുള്ളൂ ഈ 6 എപ്പിസോഡും കൂടെ കൂടിയിട്ട്. എന്നാലും ഒരു സിനിമയല്ല, വെബ് സീരീസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ ഒരു ഒരു ഫീലും അല്ല കേട്ടോ. എനിക്കൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം ഇത് തിയേറ്ററിലായിരുന്നു റിലീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൊതിച്ചുപോയി, ആഗ്രഹിച്ചു പോയി. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കണ്ടന്റ് ആണ് സൂപ്പർ. അതുപോലെ മേക്കിംഗ് ആണെങ്കിലും അഭിനയമാണെങ്കിലും എല്ലാം കിടിലനാണ്. കാരണം ഒരു വെബ് സീരീസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നല്ല ക്ലാരിറ്റി ഉള്ള ഹെഡ്ഫോണൊക്കെ വെച്ച് കാണണം എന്നാണ് എനിക്കിത് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു 10-12 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടി, അവൾ കാണുന്ന സ്വപ്നം അത് റിയൽ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവൾക്കത് സ്വപ്നമാണോ റിയൽ ആണോ എന്നുള്ള അവളുടെ കൺഫ്യൂഷൻ ഉണ്ട്. ഈ സംഭവം റിയൽ ആയിട്ട് കാണുന്ന സംഭവങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പം അവർ പറയുന്നു നീ എനിക്ക് സ്വപ്നമാണ് ഇതൊക്കെ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രീതിയിൽ ഒരു കണ്ടന്റ് ആണ്. പിന്നെ ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സാധാരണ വെബ് സീരീസ് ഒക്കെ നമുക്കറിയാം, അവരെടുക്കുമ്പോൾ കണ്ടന്റ് അടിപൊളിയായിരിക്കും, മേക്കിംഗ് ചെയ്ത് കുളവാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും. ഒന്നെങ്കിൽ ഡബ്ബിങ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചേരാതെ പോലെ, ഒന്നെങ്കിൽ കയറി ഇറങ്ങി, അല്ലെങ്കിൽ ലൈറ്റിങ്, അല്ലെങ്കിൽ സംവിധായകന്റെ പാളിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ല, പക്കയാണല്ല. കാസ്റ്റിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയുന്നത്. സഞ്ജന അടിപൊളിയായിട്ട് മോളുടെ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. അഭിനയിക്കുകയാണെന്ന് തോന്നത്തേ ഇല്ല. എന്താണ് എക്സ്പ്രഷൻ, എന്താ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മീന അമ്മയുടെ കഥാപാത്രം ചെയ്തത് മീനയാണ്. മീനേനെ ഈ അടുത്ത കാലത്തെങ്ങും മീന ഇങ്ങനത്തെ ഒരു നല്ല റോൾ ചെയ്തിട്ടില്ല. കാരണം ദൃശ്യത്തിലെയാണ് എടുത്തു പറയുന്നത്, അതിന്റെ മേളിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. എല്ലാം ഉണ്ട്, കരുണ ഉള്ളതും അല്ലെങ്കിൽ എല്ലാം മാനറിസങ്ങളുള്ള ഒരു കഥാപാത്രത്തെയാണ് മീനത് അവർ നിങ്ങൾ കാണുക, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വിനീത് ഒരു നിഗൂഢത അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന് അത് കൊണ്ടുവരാൻ കഴിയും. അത് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. നിഗൂഢതയൊക്കെ ഉള്ള പോലത്തെ ഒരു അച്ഛൻ കഥാപാത്രത്തെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഹക്കീം ഷോ അടിപൊളിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ റോൾ അദ്ദേഹം അടിപൊളിയാക്കുന്നുണ്ട്. വളർന്നു വരുന്ന ഒരു ഭാവി താരം തന്നെയാണ്. അതുപോലെ തന്നെ TG രവിയുണ്ട്, ശങ്കർ രാമകൃഷ്ണൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രഞ്ജി പണിക്കരൊക്കെ ഉണ്ട്. എല്ലാവരും കാസ്റ്റിംഗ് പക്കയാട്ടോ. അവരവർക്ക് വേണ്ട റോളുകൾ നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല കേട്ടോ, കിഡിലനാണ്. കാരണം ഒരു വെബ് സീരീസിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഒരു കോംപ്രമൈസും അവർ ചെയ്തിട്ടില്ല. സീനിന് വേണ്ടി എന്താണോ വേണ്ടത് അത് പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലൈറ്റിംഗ് ഒക്കെ, ഇത് കൂടുതലും രാത്രിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലൈറ്റിങ്, കളറിങ് എല്ലാം എന്ത് രസമായിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഡബ്ബിങ് ഒക്കെ പക്കയാണ്. മീനയ്ക്കും അതേപോലെ തന്നെ എല്ലാം ഡബ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയാണ് ഡബ്ബിങ്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും കാസ്റ്റ് എല്ലാം അടിപൊളിയാണ്. മേക്കിംഗ്, സംവിധാനം എടുത്തു വെച്ചിരിക്കുന്നത് അത്ര അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം നമുക്കത് ഒരു ലാഗ് തോന്നില്ല. സാധാരണ നമ്മളൊരു വെബ് സീരീസ് ഒക്കെ കാണുമ്പോൾ 1-2 സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണാമെന്ന് വിചാരിക്കും. ഇത് എന്നെ ഒരു ഒറ്റ ഇരിപ്പിന് അത് മൊത്തം കാണാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. കാരണം ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അതിലോട്ട് കൊണ്ടുപോയി. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പെട്ടെന്ന് തന്നെ ഇത് തിയേറ്ററിലായിരുന്നു റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അത്രയ്ക്ക് അനുഭവം. ഇത് സീരീസ് ആണെങ്കിൽ പോലും എപ്പിസോഡ് ആണെങ്കിലും നമുക്ക് അനുഭവം തരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഫാമിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു ഫാമും കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യേയില്ല കേട്ടോ. നമ്മൾ ആ സിനിമ സീരീസ് കാണാൻ തുടങ്ങിയാൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പോകും. അതും മാത്രമല്ല, പിന്നെ ഇത് അവസാനമൊക്കെ ആകുമ്പോൾ ട്വിസ്റ്റും ടേണൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളും ടേണുകളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നല്ല ഹെഡ്ഫോണൊക്കെ വെച്ച് എല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കാണാമെന്നുള്ളത് കാണണം, മറക്കണ്ട. നല്ലൊരു പടമാണ്.